അവസ്ഥയില് വീട്ടിൽ കൊണ്ടുപോയാൽ ഞങ്ങളെ കൊണ്ടുവരുന്ന നിവർത്തിയില്ല. എന്റെ രണ്ടാമത്തെ മോളാണ്. എനിക്ക് 3 പെൺമക്കളാണ്. എനിക്കായി ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര മേല് വളർത്തിയിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ എന്റെ മോളിന്റെ അവസ്ഥ കിടക്കണ കാണാൻ വയ്യ. എനിക്ക് ഞങ്ങളെല്ലാരും കൂടെ സഹായിക്കണം. എന്റെ മോളെ രക്ഷപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് അമൃത ആശുപത്രിയിലാണ്. പ്രിയപ്പെട്ടവരെ, 5 മാസത്തോളമായിട്ട് ഒരു വാഹനാപകടത്തെ തുടർന്നിട്ട് അമൃത ആശുപത്രി ചികിത്സയിലാണ് 25 വയസ്സ് മാത്രം പ്രായമുള്ള സുറുമിത എന്ന് പറയുന്ന ഈ സഹോദരി. ചികിത്സിക്കാൻ ഇവരെ കയ്യിൽ പണമില്ല, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി. സുറുമിതയുടെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊപ്പം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാട്ടുകാരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി സുറുമിതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ തുക തന്നെ വേണം. ഭീമമായ തുക കണ്ടെത്താൻ നാട്ടുകാരെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. സുറുമിതയും മകളും കൂടി സഞ്ചരിക്കുമ്പോൾ അവർ സഞ്ചരിച്ച വാഹനത്തിന്റെ പിറകില് മറ്റൊരു വാഹനം വന്നിടിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ പൊന്നുമോളും മാരകമായിട്ട് പരിക്കുകൾ പറ്റിയിട്ട് ഇതേ ആശുപത്രി ചികിത്സയിലായിരുന്നു. ആ പൊന്നുമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അൽഹംദുലില്ലാ. ഇന്ന് സുറുമിതയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി കുടുംബം നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാ. പടച്ച റബ്ബിനെ ഓർത്തിട്ട് നിങ്ങൾ എല്ലാവരും ഈ സഹോദരിയെ, നമ്മുടെ കുഞ്ഞനുജത്തിയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവരും ഈ സഹോദരിയെ ഏറ്റെടുക്കണം. സുറുമിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് അബൂ താഹിർ മന്നാനി, പള്ളിവേട്ട മുസ്ലിം ജമാഅത്തിലെ ചീഫ് ഇമാമാണ്. എൻ്റെ മഹല്ലിൽപ്പെട്ട നിർധന കുടുംബത്തിലായ പ്രിയപ്പെട്ട സുറുമിത എന്ന 25 വയസ്സുള്ള പെൺകുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭാരിച്ചമായ ഒരു സാമ്പത്തിക ചെലവുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ നാട്ടുകാരനാണ്. പേര് ഫൈസൽ മൗലവി. അതിലുപരി ജമാഅത്തിൻ്റെ ഒരു അംഗമാണ്, ഒരു മെമ്പറാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഒരു സഹോദരിയുടെ ഒരു ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. പല ആവശ്യങ്ങളും മാറ്റിവെച്ച്, ഓരോരുത്തർക്കും ആവശ്യങ്ങൾ ഉണ്ട്, ആ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ പാർട്ടികളോ വ്യത്യസ്തമായ പാർട്ടികൾ കഴിയുന്നവരോ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന്, ഒരു നാടിൻ്റെ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു സഹോദരിയുടെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നന്മകളും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പൈസകളും അത് തീർച്ചയായിട്ടും പൂർണ്ണമായും ഹക്കിലാണ്. ഒരു രൂപ പോലും നിങ്ങൾ അത് സംശയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ഫേക്കാണോ എന്ന് ഒരു അല്പം പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 100% സത്യസന്ധമായ ഒരു പൈസയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഈ സഹായത്തെ അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സഫീർ കമന്നാനി, പനവൂർ. ഒരു നാട് മുഴുവനും നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. സുറുമിത എന്ന 25 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പെങ്ങള് എറണാകുളം ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ആ സഹോദരിയുടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമകൾ ഉമ്മയെ തിരിച്ചു കിട്ടാൻ കണ്ണീരോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുന്നത് നിങ്ങൾ കണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രദേശത്തെ ഏറ്റവും സാധുക്കളായ ആ കുടുംബം ഏത് എന്ന് ചോദിച്ചാൽ സുറുമിത എന്ന ആ പ്രിയപ്പെട്ട പെങ്ങളുടെ കുടുംബമാണ്. ആ പെങ്ങളുടെ ഉമ്മ 3 പെൺമക്കളെ വളർത്തി ആ വല്ലാത്ത കഷ്ടപ്പാടോടുകൂടി വിവാഹത്തിലേക്ക് കടത്തിവിട്ട സുറുമിതയാണ് അപകടത്തിൽപ്പെട്ടുപോയത്. കരുണയുള്ളവർ, കാരുണ്യമുള്ളവർ ആ പൊന്നുമോളെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഒരു കുടുംബത്തെ സഹായിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ നാട് കൈനീട്ടുകയാണ്. ഞാൻ പള്ളിവേട്ട മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും ആര്യനാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ കമ്മിറ്റിയിലേക്ക് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനീതമായി. ഞാൻ ജുനൈദ് ആര്യനാട്. എൻ്റെ നാട്ടിലെ തൊട്ടടുത്തറിയുന്ന ഒരു കുടുംബമാണ് ജുനൈദ എന്ന് പറയുന്ന ഒരു സഹോദരി. 25 വയസ്സുള്ള സുറുമിത. എനിക്ക് എൻ്റെ സങ്കടം വരെയാണ് ആ കൊച്ചിൻ്റെ അവസ്ഥ കാണുമ്പോൾ. കഴിഞ്ഞ ദിവസമുള്ള ഉമ്മ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് പെരുന്നാളിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞത്, എന്തായാലും ഈ വീഡിയോ കാണുന്നവർ
കൊച്ചിനെ സഹായിക്കണം, തിരിച്ചു ജീവിതത്തിൽ കൊണ്ടുവരണം. എനിക്ക് എന്നെ കണ്ണ് നിറഞ്ഞു പോകുന്നു, വാക്കില്ല പറയാം. അസ്സലാമലൈക്കും. ഞാൻ ആരനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിഞ്ചൽ വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് ഈ 25 വയസ്സുകാരി സുർമിത താമസിക്കുന്നത്. ഈ കുട്ടിയുടെ വളരെ നിർധനയായ കുടുംബത്തിലെ കുട്ടിയാണ് സുർമിത. ഇവർക്ക് വേണ്ടി ഈ നാട് ഒന്നാകെ നിൽക്കുകയാണ്. ഇവരെ എല്ലാവരും നല്ല മനസ്സോടുകൂടി സഹായിക്കണമെന്ന്. എൻ്റെ സഹോദരിയാണ് ആക്സിഡൻ്റ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ ആൺകുട്ടിയാണ് വീണ് കിടക്കുന്നത്. എൻ്റെ വാപ്പ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. ഞങ്ങൾക്ക് ആ ഏക ഉണ്ടായിരുന്ന തണലാണ്. കിടക്കുന്ന എല്ലാ ആവശ്യത്തിനും ഓടി നടക്കുന്നതാണ്. അവളെ വീണിട്ട് ഇപ്പോൾ ചികിത്സയ്ക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇത്രയും നാളെ നാട്ടുകാരൊക്കെ സഹായിച്ച് മുന്നോട്ട് പോയി. തുടർ ചികിത്സയ്ക്ക് നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഫീർ പള്ളിവേട്ട. ഞാൻ ഈ സുർമിത ചികിത്സാ സഹായ സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ ആക്സിഡൻ്റായ നാൾ മുതൽ 5 മാസമായി കോമയിലുള്ള ഈ സഹോദരിയെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരവരാൾ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായി. അസ്സലാമു അലൈക്കും. ഞാൻ ഷമീം പള്ളിവേട്ടയാണ്. ഞാൻ പള്ളിവേട്ട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ മെമ്പറാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. ഈ സഹായ സമിതിയുടെ ട്രഷററാണ്. നിങ്ങളോട് ലോകത്തോട് ഞങ്ങൾ കൈനീട്ടുകയാണ്. നാട് ഒന്നായി നിന്ന് കൈനീട്ടുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ പണ്ഡിത സമൂഹം ഉൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാർ ഉൾപ്പെടെ ഒത്തുചേർന്ന് നിന്ന് ഈ ലോകത്തോട് കൈനീട്ടുകയാണ്. സുർമിത എന്ന ആ എന്റെ ബന്ധു കൂടിയാണ്. ആ കൊച്ചിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഭാവനകളായാലും വലുതായാലും നൽകി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ കുറച്ചു നാള് 1 മാസത്തോളം എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് സുർമിത. 25 വയസ്സേ ആയിട്ടുള്ളൂ. 1 മാസം എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തെങ്കിലും 10 വർഷത്തോളം ജോലി ചെയ്തതിൻ്റെ ആ ഒരു സങ്കടവും വിഷമവും ഉള്ളിലുണ്ട്. കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ്, ആത്മാർത്ഥതയുള്ള ഒരു കുട്ടിയാണ്. അച്ഛൻ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരട്ടെ. അതിന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ ആരനാട് ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരമൂട് വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിനോട് ചേർന്നാണ് ഈ സുർമിതയുടെ കുടുംബം. മുൻകാലങ്ങൾ തൊട്ട് എനിക്ക് അറിയാമെന്നുള്ളൊരു കുഞ്ഞാണ്. അവരുടെ തിരിച്ചു വരവിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുന്നു. തൊഴിലാളിയായ ഒരു സഹോദരന്റെ ഭാര്യയാണ് സുർമിത. ഇന്ന് ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത്. തുടർ ചികിത്സ എന്ന് പറഞ്ഞാൽ സുർമിതക്ക് തുടർ ചികിത്സ നടത്തിയാലേ, സുർമിത സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നാലേ ഒരു സർജറി അടക്കം നടത്താൻ പറ്റുമോ എന്ന് ഡോക്ടേഴ്സിന് പറയാൻ പറ്റുള്ളൂ. ഇനി കടം വാങ്ങാൻ ഒരാളും ഈ നാട്ടിലില്ല. പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഭീമമായ ഒരു തുക വേണം സുർമിതയെ ഒന്ന് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലെ ഇമാമും ഈ തൊട്ടടുത്ത പള്ളിയിലെ ഉസ്താദുമാരും ഈ നാട്ടിലെ ജനപ്രതിനിധികളും സഹോദരന്മാരെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് സുർമിത എന്ന് പറയുന്ന സഹോദരി ഈ നാടിന് അത്രയ്ക്കും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ്. പടച്ച റബ്ബിനെ ഓർത്തിട്ട്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം. 100% അർഹതപ്പെട്ട കുടുംബത്തെ ഞാൻ കണ്ടിട്ടുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചാൽ 100% അർഹതപ്പെട്ട ഒരു കുടുംബത്തെ ഇന്ന് ഞാൻ കണ്ടു. അത്രയ്ക്കും അർഹതപ്പെട്ട ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, ഒരാൾ പോലും ഈ ഒരു സഹോദരിയെ തട്ടി മാറ്റരുത്. നിങ്ങൾക്ക് കഴിയുന്നത് ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുർമിത ചികിത്സാ സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.